ഈ പ്രതിക്ക് അനുകൂലമായിട്ട് എടോ ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറങ്ങന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയുടെ പ്രവർത്തകർക്ക് അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരാണ്. അവർക്കറിയാം കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന ചോദ്യം ചോദിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കിയാൽ മതി. അതല്ലാതെ നിങ്ങൾ എത്ര നേരമായിട്ട് പറയുന്നു ഈ ലിസ്റ്റ്? എനിക്കറിയില്ല, പറഞ്ഞാ കൺകറന്റ് ലിസ്റ്റ് അറിയാത്ത ഒരാളാണ് പൊതുസമൂഹത്തോട് താങ്കൾ മാപ്പ് ചോദിക്കുക. ഞാൻ എന്റെ ചർച്ചയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയാണ്. നരേന്ദ്രമോദിയാണ് നികേഷ്, അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പറയണം, അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? താങ്കൾ കേട്ടാണല്ലോ. അല്ല, ഈ ഞാൻ പറയാം, അദ്ദേഹം കൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ചോദിച്ചത്. എന്താണ് ഭരണത്തിൽ വന്നാൽ നിങ്ങൾ 100 ദിവസത്തിനകം നിങ്ങൾക്ക് 15 ലക്ഷം രൂപ തരാം അദ്ദേഹം ഒരിടത്ത് പറഞ്ഞിട്ടില്ല. ശ്രീ PC, താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്ന് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. അവരുടെ തന്തയുടെ മാനസികാരാശുപത്രിയിലാന്ന് പറയിച്ച വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, സത്യം ഞാൻ പറയുമ്പോ എന്റെ മാനസിക രോഗം എന്ന് വെച്ച് അവനെ 16 തന്തകി എണിച്ചവനെ ഞാൻ പറഞ്ഞെന്ന് വേണു അവനോടൊന്ന് പറഞ്ഞേക്കണം. നമസ്കാരം, OCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ചിത്ര മോഹൻ. പ്രധാന വാർത്തകൾ. സാറേ, പ്രധാന വാർത്ത എഴുതിയിട്ടില്ലായിരുന്നു. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 സ്ത്രീകൾ മരിച്ചു. തുമ്പൂർമൊഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി മരിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഇരിക്കുന്ന കാരക്കുന്ന്, തച്ചുണ്ണി എന്നിവിടങ്ങളിലെ ഏതു നേരവും വീഴാറായ നിലയിൽ. നിങ്ങൾ ഗണേഷ് കുമാറിന്റെ ബന്ധുവല്ലേ? വാർത്തകൾ തുടരുന്നു. ഇമ്മാനുവലിനൊപ്പം ഈ ആഴ്ച തിയേറ്ററുകളിലെത്തുന്ന മറ്റൊരു ചിത്രം ഹിമഗിരി മുടികൾ കൊടിലുയർത്തി, കടലുകൾ പകമുയർത്തി. ഇവിടുത്തെ വീടുകൾ കടലെടുത്തിട്ട് ദിവസങ്ങൾ പിന്നിടും. തലചായ്ക്കാനിടവുമില്ല, ആഹാരവുമില്ല. ആണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. KP കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ഇവരുടെ പ്രധാനപ്പെട്ട പരാതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ബോട്ട് ഉയർത്തുന്നതിനുള്ള സഹകരണവും ലഭിച്ചില്ല എന്നാണ്. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ട് താനും. സെന്റ് ആൻഡ്രൂസ് കടപ്പുറത്ത് നിന്നും ക്യാമറമാൻ അരുൺ ഉള്ളൂരിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ. സാമ്പത്തികമായി താങ്കള് ദിലീപുമായി എന്തോ ബന്ധമുണ്ട് എന്നാണ്. അതായത് ദിലീപിന്റെ PR വർക്ക് ചെയ്യുന്നത് താങ്കളുടെ മകനാണ്. ഞാൻ ഇവന്റെ ഒന്നും ഔദാര്യം പറ്റുന്നവനല്ല. ഒന്നും പറയില്ല. ഞാൻ അങ്ങനെ ഒരുത്തന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്നതല്ല. മാറനല്ലൂരിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. സ്വദേശിയായ പണിയാ